ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മൾ വിശുദ്ധ ജസ്റ്റിനെ പ്രത്യേകം തിരുസഭയിൽ അനുസ്മരിക്കുന്നു. നമ്മളൊക്കെ വേണമെങ്കിൽ ജനിച്ച് 30-ാം ദിവസം മാമോദീസ സ്വീകരിച്ചായിരിക്കാം. ജസ്റ്റിൻ 30-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം അങ്ങനെ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരുപാട് തത്വശാസ്ത്രജ്ഞന്മാരെഴുതിയ പുസ്തകങ്ങൾ വായിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും പുള്ളിക്ക് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് വ്യക്തതയോടെ അറിയാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ പുള്ളി ആശങ്കപ്പെട്ടിരുന്നപ്പം ആരോ സജസ്റ്റ് ചെയ്തു ബൈബിള് വായിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ജ്ഞാനം, ബൈബിളിൽ നിന്ന് കിട്ടിയ അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തെ വിജ്ഞാനിയാക്കി. വിശുദ്ധ പീറ്റർ ക്രിസോളഗസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 1 വിദ്യാഭ്യാസം, 2 പുണ്യാഭ്യാസം. ഈ 2 കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന 2 കാര്യങ്ങളായിരുന്നു എന്ന് പറയാൻ പറ്റും വിശുദ്ധ ജസ്റ്റിൻ്റെ ജീവിതത്തെക്കുറിച്ച്. വിദ്യാഭ്യാസം, പുണ്യാഭ്യാസം. അദ്ദേഹം തത്വശാസ്ത്രജ്ഞന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു, അതിലേറെ വിശുദ്ധ ബൈബിള് വായിച്ചു. അങ്ങനെ അതിലൂടെ അറിവ് സമ്പാദിച്ചു. പിന്നെ പുണ്യങ്ങൾ അഭ്യസിച്ചുള്ള ഒരു ജീവിതം. അദ്ദേഹം രക്തസാക്ഷിയായിട്ട്, തൻ്റെ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയായിട്ട് ജീവിതം കർത്താവിന് സമർപ്പിച്ച് സ്വർഗത്തിന് അർഹത നേടുകയും ചെയ്തു. ഈ വിശുദ്ധനെ അനുകരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകും. നമുക്ക് അറിവും അതുപോലെ തന്നെ പുണ്യാഭ്യാസവും 2 നമുക്ക് വളരെ ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കേട്ടത് എന്താ? നമുക്ക് പുണ്യാഭ്യാസം വളരെ ആവശ്യമാണ്. വീണു പോകാതിരിക്കണമെങ്കിൽ, ആധ്യാത്മികതയിൽ നിന്ന് അധപ്പതിക്കാതിരിക്കണമെങ്കിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് നമുക്ക് ഈ പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കുക. വെറുതെ ഒരു വിശ്വാസം ഉണ്ടായാൽ പോരെന്ന്. വിശ്വാസത്തെ നമ്മൾ സുഹൃതം കൊണ്ട് ബലപ്പെടുത്തണം. സുഹൃത ജീവിതം, അത് സഹോദര സ്നേഹം വരെ, ഉപവി പ്രവൃത്തി വരെ എത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പുണ്യങ്ങൾ അഭ്യസിച്ചുള്ള ഒരു ജീവിതം നമുക്കത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഈ 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദുരാശ മൂലം സംഭവിക്കാനിരിക്കുന്ന വിനാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ രക്ഷപ്പെടലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു എക്സസൈസായിട്ട് നമുക്ക് കാണാൻ പറ്റും പുണ്യാഭ്യാസം. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു ഒരു കർത്താവ് ഉപമൊഴി പഠിപ്പിക്കുന്നത്, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ. പഴയ നിയമത്തിൽ നമുക്കുണ്ട്. യെശയ്യാ 5-ാം അധ്യായം എടുക്കുമ്പോൾ മുന്തിരിത്തോട്ടം കർത്താവ് നട്ടുപിടിപ്പിക്കുന്നു. ഇനി അത് വളരെ ശ്രദ്ധാപൂർവം സകല കാര്യങ്ങളും ചെയ്തിട്ട് കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടായിരുന്നോ? നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇതിനപ്പുറത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടി സകല കാര്യങ്ങളും ചെയ്തവനാണ് ദൈവം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മൾ സ്വർഗത്തിലെത്താൻ വേണ്ടി സകല കാര്യങ്ങളും ചെയ്തിട്ടുള്ളവനാണ് ദൈവം. അതുകൊണ്ട് നമ്മൾ നരകത്തിൽ പോയ ദൈവമല്ല ഇതിന് ഉത്തരവാദി, നമ്മൾ തന്നെയാണ്. നരകത്തിൽ പോകുന്നെങ്കിൽ, ആ സ്വർഗം കിട്ടാതെ പോകുന്നെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി 3-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് പറുദീസായിലായിരുന്ന ആദ്യ മാതാപിതാക്കൾ, പറുദീസ എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരവസ്ഥയിൽ കഴിഞ്ഞിരുന്നവരാണ്. അവർ പെരുവഴിയിലേക്ക് എറിയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ തന്നെ അനുസരണക്കേട്. അവർ ദൈവം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി സംവിധാനം ചെയ്ത കാര്യങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകാതിരുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനും, ആ ദൈവത്തെ നമുക്ക് മാനിക്കാനും, ആ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനൊക്കെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് നിറയും. അവർ ബോധ്യത്തോടുകൂടി ഇനി മുമ്പോട്ടെങ്കിലും ജീവിക്കുവാൻ, നമ്മുടെ ജീവൻ കൊടുത്തുകൊണ്ട് പോലും നിത്യജീവൻ എടുക്കാനുള്ള
ആ ഒരു ദൃഢനിശ്ചയം അതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കർത്താവിന് വേണ്ടി വിശ്വാസത്തെ പ്രതി വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷിയായത്. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അനുകരിക്കാനുള്ളൊരു കൃപയും നൽകണമെന്ന് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.